ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അവൻ്റെ വർക്കൗട്ടിനോടൊപ്പം തന്നെ പ്രധാനമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒന്നാണ് അവൻ്റെ റിക്കവറി ഫേസ് എന്ന് പറയുന്നത്. എല്ലാ അത്ലറ്റ്സിൻ്റെയും റിക്കവറി ഫേസ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര മാൻഡേറ്ററി ആണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അപ്പം റിക്കവറി ഏറ്റവും ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട്, റിക്കവറി ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ദിവസവും ചെയ്യേണ്ട ഒരു 10 കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് അത്ലറ്റിനെ സംബന്ധിച്ച് വർക്കൗട്ട് ചെയ്ത് വന്നതിന് ശേഷം ഏറ്റവും നല്ല ഒരു ഇനഫ് സ്ലീപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഒരു അത്ലറ്റ് ഒരു കാരണവശാലും ഉറക്കം മുളച്ച് നടക്കുക അല്ലെങ്കിൽ ഉറക്കം മുളച്ച് മറ്റ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ പെർഫോമൻസ് താഴെ പോകാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളൊരു ഇഞ്ചുറിയിൽ ചെന്ന് ചാടാനായിട്ടും. അതുപോലെ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് എന്നുള്ളതാണ്. നമ്മുടെ മസിൽസ് ഓരോ ദിവസത്തെ വർക്കൗട്ട് കഴിയുമ്പോഴും കണ്ടമാനം ഡാമേജ് ആവുകയും ആ മസിൽസിനെ റിപ്പയർ ചെയ്യാനായിട്ട് 9 അമിനോ ആസിഡ്സ് അടങ്ങുന്ന ഹൈ പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ ഫെറ്റിക്ക് വരും, മസിൽ ടോർണസ് ഉണ്ടാവും, മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവും, മസിൽ ടിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ റിപ്പയർമെൻറ്റ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്താലാണ് നമുക്ക് നാളത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊരു ഫാക്ടറും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്തതിന് ശേഷമുള്ള ഫുഡ് ഫിക്സ് ചെയ്യാനായിട്ട്. കാർബോഹൈഡ്രേറ്റ് റീഫില്ലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും, അത് സ്റ്റോറേജ് എനർജി ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ്. നമ്മൾ അടിച്ച പെട്രോൾ തീർന്നാൽ വണ്ടി സ്റ്റോപ്പ് ആവും എന്ന് പറയുന്ന പോലെ തന്നെയാണ് വൺസ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അത് ഗ്ലൈക്കോജൻ ഫോമിൽ നമ്മൾ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം റീഫില്ല് ചെയ്യാനായിട്ടൊരു ഇനീഷ്യേറ്റീവ് ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തം ഭാഗത്ത് നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ അത് എനർജി കുറവ് കാണിക്കുകയും നമുക്ക് കൃത്യമായ വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്സിനെ റീഫിൽ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്യണം. ഈ ഹൈഡ്രേഷൻ പോലെ തന്നെ അടുത്ത പോയിന്റാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ പോലെ തന്നെ പ്രധാനമുള്ള ഒരു ഫാക്ടറാണ് ഇലക്ട്രോലൈറ്റ്സ് ലോസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വീക്കായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ റിക്കവറി ഫേസ് എല്ലാം ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും ഇലക്ട്രോലൈറ്റ്സ് ഭയങ്കര നെസസറിയാണ്. നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 2% വെള്ളത്തിൻ്റെ ലോസ് മതി നമ്മുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് താഴെ പോകാൻ. എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിക്കവറി കറക്ഷൻ മാത്രമല്ല, നമ്മുടെ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫാക്ടറും കൂടിയാണ്. നമ്മുടെ പ്രധാന പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ട് ചെല്ലേണ്ട വാട്ടർ കണ്ടൻറ്റ് കൺസ്യൂംഷൻ ചെന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ വോളിയം കുറയുകയും ബ്ലഡിൻ്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസം വരികയും ഭയങ്കരമായ ക്ഷീണം, നമ്മുടെ പെർഫോമൻസ് ഡൗൺ ആവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള പോസ്റ്റ് വർക്കൗട്ട് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഫോർ 45 മിനിറ്റ്സ് എന്നുള്ളതാണ് ഏറ്റവും സയൻറ്റിഫിക്കലി പറയുന്നൊരു കാര്യം. 45 മിനിറ്റിന് മുന്നേ വർക്കൗട്ട് കഴിഞ്ഞ് 45 മിനിറ്റ് കഴിയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഏറ്റവും ന്യൂട്രീഷനുള്ള ഏറ്റവും പ്രോട്ടീനുള്ള കാർബോഹൈഡ്രേറ്റ്